സസ്പെൻഷൻ മാത്രം മതിയോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് ചോദ്യം. ആൻറ്റോ അഗസ്റ്റിൻ, സസ്പെൻഷൻ മാത്രമുണ്ട്, പാർട്ടിക്ക് വേണ്ടാത്ത MLA ആയി. പാലക്കാട്ടുകാർ ചോദിക്കുന്നത്, പാർട്ടിയിലെ സ്ത്രീകൾക്ക് ഭയമുള്ള ഒരു MLA ഞങ്ങൾ പാലക്കാട്ടിലെ MLA ആയി തരുന്നത് എന്തിനാണെന്നൊരു ചോദ്യമുണ്ട്. സസ്പെൻഷൻ മതിയോ? ഈ കോൺഗ്രസ്സുകാർക്ക് ഇത് എന്ത് പറ്റി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഗതികേടെ നിൻ്റെ പേരോ കോൺഗ്രസ് എന്ന് പറയുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ, ഇവർക്കൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ആദ്യം തുടങ്ങി എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരാഴ്ചയായല്ലോ ഇത് ഡിസ്കഷൻ നടക്കുന്നു. ആദ്യം തുടങ്ങി നമ്മൾ പറയുന്ന ഒരു കാര്യം, നിങ്ങളിതെല്ലാം ചെയ്യേണ്ടി വരും, അവസാനം ചെയ്യേണ്ടി വരും. ആദ്യം നിങ്ങൾ മാറ്റി നിർത്തും, സസ്പെൻഡ് ചെയ്യും, അംഗത്വത്തിൽ നിന്ന് പുറത്താക്കും, ഒക്കെ നിങ്ങൾ ചെയ്യേണ്ടി വരും. അവസാനം MLA സ്ഥാനവും രാജിവെക്കേണ്ടി വരും. കാരണം ഇതങ്ങനെ ഒരു കുഴഞ്ഞു പറഞ്ഞ കേസാണ്. ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ്. ശിവൻകുട്ടി മിനിസ്റ്റർ പറഞ്ഞ പോലെ അപൂർവമായ കേസാണ്. അപ്പോൾ ഇത് അവസാനം വരെ ചെയ്യേണ്ടി വരും. പക്ഷേ ഇതെന്താണ്, ഇത് ഒറ്റയടിക്ക് ചെയ്യണമെങ്കിൽ ഒരു തൻ്റെ ഇടം വേണം. ആ തൻ്റെ ഇടം ഇല്ലാത്തതാണ് ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. നേതാക്കന്മാർക്ക് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്നില്ല. ആരെയൊക്കെയോ പേടിക്കുന്നു, എന്തിനേക്കോ പേടിക്കുന്നു. അതിന് കാരണം എന്താണെന്നറിയോ, പല ആൾക്കാരും ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച ആൾക്കാരായതുകൊണ്ടാണ്. അവൻ പറയോ, ഇവൻ്റെ പറയോ, ഇവൻ മറ്റോട് പറയോ, ഇതൊക്കെയാണ് ഒന്നിച്ച് ഒറ്റ കുടക്കീഴിൽ കൈകാര്യം ചെയ്തു പോയിരുന്ന സംവിധാനങ്ങളെ പുറത്തോട്ട് വരുമെന്ന് പേടിച്ചിട്ടാണ് ഇത് കൈകാര്യം ചെയ്യാത്തത്. മനസ്സിലായി? അപ്പോൾ എന്ത് ചെയ്യണം, രാഹുൽ മാങ്കൂട്ടത്തെ കൂടെ വിശ്വാസത്തിലെടുത്തിട്ട് വേണം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ വിശ്വാസത്തിലെടുക്കുന്ന സമയം എടുക്കുന്നുള്ളൂ, അല്ലാതെ ഇവർക്ക് ഡിസ്കഷൻ ചെയ്ത് സമയം എടുക്കാനുള്ള സമയമല്ല എടുത്തുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ബോധ്യപ്പെടുത്തി പോവാണ്. മനസ്സിലായോ? ആദ്യം ഒരു സ്ഥലത്ത് മാറ്റിയിരുന്നു, അത് കഴിഞ്ഞ് 2 ദിവസം ഗ്യാപ്പ് എടുക്കുന്നു, അടുത്ത കാര്യത്തെക്കുറിച്ച് പറയുന്നു, ഇനി നിവൃത്തിയില്ല എന്നാണ് എന്ന് പറയുന്നത്. ഞങ്ങൾ ഇതുകൊണ്ട് ചെയ്ത് നിൽക്കുന്നതാണ് വിചാരിച്ച രാഹുലെ, ഇതിൽ നിൽക്കുന്നില്ല. ഞങ്ങൾ ഇതിൽ നിന്ന് വിചാരിച്ച രാഹുലെ നിൽക്കുന്നില്ല. ഇതിൽ നിൽക്കുന്നതാണ് വിചാരിച്ച രാഹുലെ, ഇനി നിൽക്കുന്നില്ല. ഇനി നാളെ ചെന്ന് പറയും രാഹുലെ ഒരു രക്ഷയില്ല, ആകെ പ്രശ്നമാണ്, നീ MLA സ്ഥാനം കൂടി രാജിവെക്കണം എന്ന് പറയും. അതോടുകൂടി അവസാനിക്കും. ഒരു പാർട്ടിയുടെ MLA ഈ പറഞ്ഞ മണ്ഡലത്തിലേക്ക് പോകാൻ പറ്റുന്നില്ല. എന്തിനാണ് ഒരു MLA അവിടെ? ആ പാർട്ടി പ്രവർത്തകർക്ക് കാണാൻ കഴിയുന്നില്ല, പിന്നെ ഒരു MLA എങ്ങനെയാണ്? MLAക്ക് നിയമസഭയിൽ പോയിട്ട് ആ പാർട്ടീൻ്റെ കൂടെ ഇരിക്കാൻ പറ്റുന്നില്ല, പിന്നെ എന്ത് MLA? എന്താ പേര് സ്വതന്ത്രനായിട്ട് ജയിച്ച MLA ആയി പോരായിരുന്നോ? അങ്ങനെയാണോ ഇത്? അപ്പം ഇതെന്താണ്? ഇത് ധാർമ്മികതയുടെ കേസല്ല എന്ന്. ഇത് ധാർമ്മികതയുടെ കേസല്ല. ധാർമ്മികത എടുത്തിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നു, ധാർമ്മികത എടുത്തിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിയിരിക്കുന്നു. അങ്ങനെയല്ല. ഇതെന്താണ്? ഇത് ഒരു കുട്ടിയെ പീഡിപ്പിച്ച് അതിന് ഗർഭചിത്രം നടത്തിയ ഒരു കേസാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ഇത് ആർക്കൊക്കെ മനസ്സിലായി? കോൺഗ്രസിലെ ആൾക്കാർക്ക് മുഴുവൻ മനസ്സിലായി, കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലായി. ഇവർക്കെല്ലാം മനസ്സിലായിട്ടാണല്ലോ ഇങ്ങനെ നടപടി എടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എന്താണ് പറയേണ്ടത്? ശക്തമായ നിലപാട് സ്വീകരിക്കണം. കോൺഗ്രസിനെ കൊണ്ട് കഴിയുമോ? ഇത് ഇങ്ങനെ ഇല്ല, ഇത് ഫാബ്രിക്കേറ്റഡ് ആണ്, ഇങ്ങനെ ഒരു ഓഡിയോ ഇല്ല, ഇങ്ങനെ ഒരു സ്ത്രീ ഇല്ല, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, ഈ പറയുന്നത് മുഴുവൻ കള്ളാണ്, നിങ്ങൾ തെളിയിക്കാൻ പറ്റിയ തെളിയിക്കും. മാധ്യമങ്ങളെ വെല്ലുവിളിക്കല്ലേ വേണ്ടേ? എന്നിട്ട് ശക്തമായ നിലപാട് സ്വീകരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ നിൽക്കണമായിരുന്നു. അങ്ങനെ നിൽക്കാൻ കഴിയുന്നുണ്ടോ? നിൽക്കാൻ കഴിയാത്തതിന് കാരണം എന്താ? ഇതെല്ലാം ഉണ്ട് എന്ന് മണിക്കൂറും ഓരോ നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂടെ പറയും പരാതിയില്ലാന്ന്. അതെന്തിനായ? പരാതി ഇല്ലാത്ത കേസിന് പരാതി ഇല്ലാത്തപോലെ കൈകാര്യം ചെയ്യണം, പരാതി ഉള്ളതിനെ പരാതി ഉള്ളതുപോലെ കൈകാര്യം ചെയ്യണം. ഇവർ പറയുന്നു പരാതി ഇല്ല എന്ന് പറയും, നടപടി സ്വീകരിക്കുകയും ചെയ്യുക. അപ്പോൾ എന്താണ്? പരാതിക്ക് ഈക്വലൻ്റായിട്ട് നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈക്വലൻ്റായിട്ട് പരാതി ഉണ്ടെന്ന് അർത്ഥം. അവർക്ക് മനസ്സിലായി എന്നുള്ളത് അർത്ഥം. അതുകൊണ്ട് കാര്യം പറഞ്ഞ കാര്യമില്ല. ഞങ്ങൾ 24 മണിക്കൂർ കൊണ്ട് നടപടി എടുത്തില്ലേ എന്ന് ചോദിച്ചാൽ 24 മണിക്കൂർ കൊണ്ടല്ല, 1 മണിക്കൂർ കൊണ്ട് നടപടി എടുക്കുന്ന കേസാണ്. അങ്ങനെ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ചോദിക്കാൻ കോൺഗ്രസിന് അധികാരമില്ല. മറ്റുള്ളവർ അങ്ങനെ എടുത്തിട്ടുണ്ടോ? നിങ്ങൾ ആദ്യമേ നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കും, എന്നിട്ടല്ലേ മറ്റുള്ള കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത്. ഇവിടെ കൗണ്ടിങ് നടത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഫുട്ബോൾ കളിയോ ക്രിക്കറ്റ് കളിയോ ഒന്നുമല്ലോ നടക്കുന്നത്, നമ്പർ എടുത്ത് എണ്ണി വെക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ 4, ഇവിടെ 2, ഇവിടെ 3 എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇത് സ്വന്തമായി സംഭവിച്ചിട്ടുള്ള, സ്വന്തമായി ഉണ്ടാക്കി തീർത്ത സ്വന്തമായി ആളാണ്. സ്വന്തമായി രാഹുൽ ഗാന്ധി ഈ കാര്യത്തിനകത്ത് എന്താണ് പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. അല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. ഇത് രാഹുൽ ഗാന്ധി വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇത് BJPയും കോൺഗ്രസും എല്ലാം കൂടി നാഷണൽ വലിയ ചർച്ച നടത്താണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോട്ടോയും രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോയും കൂടെ ഒരു ഫ്രെയിമിൽ വെച്ച് രാഹുൽ കൊടുക്കുകയാണ്. നമ്മൾ ഈ വാർത്ത വായിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരികയാണത്. ഇതാണ് മൊത്തത്തിൽ നടക്കുന്നത്. BJPക്ക് സെൻട്രൽ വേണ്ട എന്താ അറിയോ? രാഹുൽ മാങ്കൂട്ടത്തിനെയും രാഹുൽ ഗാന്ധിനെയും ഒരേ ഫ്രെയിമിൽ കൊണ്ടുവരണം, എന്നിട്ട് രാഹുൽ എന്ന് പറഞ്ഞ് ചർച്ച നടത്തണം. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ വാർത്ത വായിക്കുമ്പോൾ നമ്മുടെ വായിൽ വരെ അറിയാതെ വന്നു പോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കോൺഗ്രസ് നശിച്ചു പോകണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? കേരളത്തിലെ പാർട്ടി നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതുപോലെയുള്ള പുഴുക്കുട്ടത്തിനടുത്ത് പുറത്ത് കളയാനുള്ള തൻ്റെ ഇടമുണ്ടോ? ഞാൻ പറയട്ടെ, ഈ കോൺഗ്രസിൻ്റെ ഒരു MLA അല്ലേ വന്ന് പറഞ്ഞേ? MLA എന്താ പറഞ്ഞത്? രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കണം. ഇങ്ങനെ ഒരാൾ, ഒരു വനിതാ MLA പറയുകയാണ്, ഇങ്ങനെ ഒരാൾ ഈ പാർട്ടിക്ക് വേണ്ട എന്ന് പറയുകയാണ്. ഇത് പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കണം എന്ന് പറയുകയാണ് ഒരു MLA. ആരാ?
CPM-ന്റെ MLA അല്ല കേട്ടോ, BJP-ന്റെ നേതാവല്ല കേട്ടോ, കോൺഗ്രസിൻ്റെ MLA പറയുന്നത്. വനിതാ നേതാക്കന്മാരെ നിരയായി വന്ന് പറയുകയാണ് ഇതുപോലെ ഇവരെ വെച്ചോണ്ടിരിക്കരുത്, പുറത്താക്കണം എന്നുള്ളത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൻ്റെ ഭാര്യ എന്ന് പറയുകയാണ് ഇവരെ പേടിയാണ്, ഇവരെ സ്ത്രീജനങ്ങൾക്ക് പേടിയാണ്, പുറത്താക്കണം എന്ന് പറയുകയാണ്. ഇതിന് മേലെ നടപടിയെടുക്കാൻ സ്വീകരിച്ചില്ലെങ്കിൽ ഇവർക്ക് അത്രയും നേതാക്കന്മാരും MLA-മാരും കോൺഗ്രസ് സ്ത്രീ ജനങ്ങളും വന്ന് പറഞ്ഞിട്ട് അതിനെതിരെ നടപടി സ്വീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്ത് പാർട്ടിയാണ് സാറേ ഇത്? ഏത് പാർട്ടിയാണ് എന്തിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്താ അറിയോ, പാലക്കാടേക്ക് ആ MLA പോകാൻ പറ്റുമോ ഇല്ലയോ അത് കോൺഗ്രസ് പറഞ്ഞാൽ മതി. ഞങ്ങൾക്കിത് 6 മാസം കൂടെ MLA ഉണ്ട്. എത്ര വർഷം? 2026 മെയ് വരെ MLA-നെ വേണമല്ലോ. ഇത്രയും നാളത്തേക്ക് MLA-ക്ക് പാലക്കാടേക്ക് പോകാൻ കഴിയുമോ? പാലക്കാടത്തെ ജനങ്ങൾക്ക് ആവശ്യ കാര്യങ്ങൾ സഹായിക്കാനും ഒരു പ്രശ്നങ്ങളിൽ മുന്നിൽ നിൽക്കാനും ആ പ്രശ്നങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു MLA. ഈ MLA-ക്ക് അവിടെ പോയി പരിപാടി നടത്താൻ വേണ്ടിയിട്ടും എന്തെങ്കിലും കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് പിന്തുണ കൊടുക്കുമോ ഇല്ലയോ അത്ര അറിഞ്ഞാൽ മതി. ഞാൻ പറയും മുകേഷിൻ്റെ കാര്യം പറയുന്ന പോലെയല്ല. മുകേഷിൻ്റെ കാര്യത്തിൽ അത് CPM കൂടെയുണ്ട്. അവർക്ക് എല്ലാ പരിപാടിക്കും പോവാം, എല്ലാ സംവിധാനത്തിനും പോവാം. കോൺഗ്രസ് തകർക്കാൻ വരികയാണെങ്കിൽ അതിന് മുന്നിൽ നിൽക്കാൻ കോൺഗ്രസ് ഉണ്ട്. CPM തകർക്കാൻ വരികയാണെങ്കിൽ അതിന് മുന്നിൽ നിൽക്കാൻ കോൺഗ്രസ് ഉണ്ട്, ഇല്ലേ? മനസ്സിലായോ? അപ്പം അതുപോലെ ഈ പറഞ്ഞ പാലക്കാടേക്ക് പോകുമ്പോൾ കോൺഗ്രസ് മുന്നിൽ നിന്ന് തകർക്കുമോ? ഈ രാഹുൽ മാങ്കൂട്ടത്തിന് സപ്പോർട്ട് കൊടുക്കുമോ? അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? പാലക്കാടേക്ക് ഈ MLA-ക്ക് പോകാൻ പറ്റില്ല, നിയമസഭയിലേക്ക് MLA-ക്ക് പോകാൻ പറ്റില്ല, പക്ഷേ MLA രാജിവെക്കില്ല. രാജിവെച്ചാൽ അവിടെ ഒരു ബദൽ സംവിധാനം ഉണ്ടാവും. ആ പാർട്ടിക്ക് ഒരു ബദൽ സംവിധാനം ഉണ്ടാവാം. ഞങ്ങൾ കാരണം ഞങ്ങളുടെ ഒരു പാർട്ടിയുടെ സംവിധാനം മാറിയിരിക്കണോ, ഞങ്ങളിതാ എല്ലാ സംവിധാനം ചെയ്യണം, ഞങ്ങൾ പാർട്ടി സംവിധാനം ഉണ്ടാക്കാം. ഇതങ്ങനെ ചെയ്യാൻ കഴിയില്ല. കാരണം എന്തുകൊണ്ടാണ്? അവിടെ MLA ഉണ്ട്, MLA-നെ പുറത്താക്കിയിട്ടില്ല, MLA രാജിവെച്ചിട്ടില്ല, ഒന്നുമില്ല. പക്ഷേ എന്ത് പറയും, ഞങ്ങളിതാ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. സസ്പെൻഷൻ ഒരു നടപടിയായിട്ട് ഞാൻ കാണുന്നേ ഇല്ല എന്നുള്ളതാണ്. ഒരു MLA സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് പാർട്ടി സസ്പെൻഷൻ എന്ന് പറഞ്ഞൊരു നടപടിയല്ല. കാരണം പാർട്ടി കൊടുത്തൊരു MLA സ്ഥാനമാണ് അയാളുടെ കയ്യിലിരിക്കുന്നത്. അപ്പോഴാണ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയെന്ന് പറയുന്നത്. ആദ്യം എന്താ പറയേണ്ടത്? MLA സ്ഥാനം രാജിവെച്ചിട്ട് പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് പുറത്താക്കല്ലേ വേണ്ടത്? നേരെ തിരിച്ചല്ലേ ചെയ്യേണ്ടത്? അങ്ങനെയാണോ ചെയ്യുന്നത് ഇവിടെ? എന്തൊരു ഗതികേടാന്നേ. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ കോൺഗ്രസ്സുകാർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇത് കോൺഗ്രസിൻ്റെ നിലപാട് ശരി. ഞാൻ ഇപ്പോൾ ഒരു കുറവ് കാണുന്നുണ്ട്. എവിടെയാണെന്നറിയോ? കേരളത്തിൽ സുധാകരൻ്റെ ഒരു കുറവ് കാണുന്നുണ്ട്. ഇപ്പോൾ സുധാകരൻ്റെ കുറവ് കാണുന്നത് ഇപ്പോഴാണ്. ഇന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഇന്ന് മൈക്കിന് നിലനിന്ന് വിറയ്ക്കുന്ന പോലെ ഒരു വിറയിലുണ്ടാവില്ലായിരുന്നു സുധാകരന്. 100% ഉറപ്പടി. ഒരു വിറയിലില്ലാതെ ശക്തമായ നിലപാട് സ്വീകരിച്ചേനെ. രാഹുൽ മാങ്കൂട്ടത്തിന് കൂടെയാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് പുറത്താക്കലാണെങ്കിലും രണ്ടിനും തീരുമാനം ഉണ്ടാകുമായിരുന്നു. ഇന്നെന്താ പുള്ളിയെല്ലാം കൂളായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. കൂളായിട്ട് പുള്ളി കാര്യം മനസ്സിലായി. നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഇതിനർത്ഥം എന്താ? കേരളത്തിലെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിന് എങ്ങനെയും ഊരണം. ഞാൻ ജിമ്മി സാർ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു മൈലേജും കിട്ടാൻ പോകുന്നില്ല കേട്ടോ. ഇതിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചുകൊണ്ട് ഒരു മൈലേജും കിട്ടാൻ പോകുന്നില്ല കോൺഗ്രസ്സിന്. രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്താക്കിയാൽ ഒരു മൈലേജും കിട്ടാൻ പോകുന്നില്ല. കാരണം എന്താ അറിയോ? പീഡന കേസിൽ പ്രതിയായിട്ട് എന്താണ് ഒരു പെൺകുട്ടീനെ ഗർഭാലംബിച്ച കേസിൽ രാജിവെച്ച എന്ത് ക്രെഡിറ്റാ കൊടുക്കണ്ടേ? 3 കേസുകൾ നേരെ നമ്മുടെ നാട്ടിൽ 3 MLA-മാർ തിരിച്ചുണ്ട്. അല്ല, ഞാൻ പറയുന്നത് ആ കാര്യത്തിനകത്ത് ഞാൻ പറയാം. പക്ഷേ പറയുന്ന കാര്യം ആ കേസുകളിലൊന്നും ജിമ്മി ഗർഭചിത്രം അലസിപ്പിക്കാൻ വേണ്ടി ഇതേപോലെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദരേഖ പുറത്ത് വന്നിട്ടില്ല. ഒന്നിലധികം ഇരകൾ പരാതിയായിട്ട് വന്നിട്ടില്ല. എന്നെ 5-സ്റ്റാർ ഹോട്ടലിലേക്ക് വിളിച്ചു എന്നുള്ള വിവരം പാർട്ടി നേതാക്കളെ അറിയിച്ചു എന്നുള്ള കാര്യം പുറത്ത് വന്നിട്ടില്ല. 51 വയസ്സുള്ള ഒരു സ്ത്രീ ലൈംഗികാരോപണം ഉന്നയിച്ചു. അതിന്റെ പേരിലാണ് ജയിലിൽ കിടന്നത്. റേപ്പാണ്. അത് തന്നെ വിൻസെന്റിനെതിരെ റേപ്പ് മാത്രമല്ലെന്നേ. ഞാൻ ഇതിനകത്ത് ഈ 3 MLA-മാരുടെ കാര്യത്തിലും രണ്ടും ഗ്രേവ് ഇഷ്യൂസ്. രണ്ടും ഗ്രേവ് ആണ്. രണ്ടിനും അസാധാരണ കേസായതുകൊണ്ടാണ്. ഇത് അതുപോലെയാണ് ഞാൻ പറയുന്നത്. ഒരു കേസായതുകൊണ്ടല്ല. ഇതിനകത്ത് ഞാൻ പറയുന്നത് മുകേഷിന്റെ കാര്യമാണല്ലോ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുകേഷിന്റെ കാര്യത്തിന്റെ അകത്ത് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ ഇതിനകത്ത് വസ്തുതയില്ല എന്നറിയാം. ഇതങ്ങനെയല്ല. ഇത് അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായ വാചകവും പ്രയോഗിച്ചു. ഈ പരാതിയുടെ പേരിൽ അപൂർവമായ ഒരു കേസിൻ്റെ മേലെ ഒരാളെടുക്കുന്ന നിലപാടിൽ എത്ര മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ്. ആ നിലപാടുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അത് നിലപാട് സ്വീകരിക്കേണ്ട ആളുടെ പേര് പാർട്ടിയാണ്, കോൺഗ്രസ് പാർട്ടി എന്നാ. ആ കോൺഗ്രസ് പാർട്ടി നിലപാട് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടോ? അതിന് ഞങ്ങൾ അവരെ ചൂണ്ടിക്കാട്ടി, ഇവരെ ചൂണ്ടിക്കാട്ടി. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം? ഒരു നടപടി സ്വീകരിക്കരുത്. ഞങ്ങളിതാ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ്.
ഇതുമായി ഞങ്ങൾ മുന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞ് ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടോ? ഞങ്ങൾ ഇതിനെ ശക്തമായി പ്രതിരോധിക്കും. ഞങ്ങൾ ഇത് നാളെ തുടങ്ങി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെ പിന്നെ MLA ഓഫീസിൽ ഉണ്ടാവും എന്ന് പറയാൻ കഴിയുന്നുണ്ടോ? അത് പറഞ്ഞാൽ ഈ കാര്യം മുന്നോട്ട് പോകും. ഇല്ലെങ്കിലുണ്ടല്ലോ ഇത് കോൺഗ്രസ് ഇനിയും ഇത് അവസാനിക്കുന്ന രാജ്യം തന്നെ ആയിരിക്കും. ഒരു ഡൗട്ട് ആ കാര്യത്തിനകത്ത് വേണ്ട. Meet the editors.